അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ അതെ നമ്മളുടെ ഈ ചെറുക്കനെ നമ്മൾ കണ്ണൂർക്ക് പുതിയ വീട്ടിലേക്ക് കൊടുത്തു വിടാൻ പോവേണ്ട. അപ്പോൾ ആളെ നമ്മളന്ന് രാവിലെ തന്നെ ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കി അത് കഴിഞ്ഞിട്ടൊന്ന് കുളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഒന്ന് സെറ്റാക്കി നിർത്തിയേക്കാണ്. അപ്പോൾ അതിന് ശേഷം നമ്മളത് ആൾക്കൊന്ന് ടൈയൊക്കെ കെട്ടിക്കൊടുത്ത് ഒന്ന് സുന്ദരനാവണ്ടേ, എന്നാലേ നമുക്കൊരു കാണുമൊരു പഞ്ച് കിട്ടുള്ളൂ. അപ്പോൾ ആൾ ടൈയൊക്കെ കെട്ടിക്കെടുത്തപ്പോൾ നല്ല എന്തോ ഒരു ഗൗരവത്തിൽ ഞാനെന്ന ഭാവത്തോടെയൊക്കെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആൾ കുറച്ച് നേരമൊക്കെ നടന്ന് ആളിങ്ങനെ നടക്കേണ്ട. അപ്പോൾ ആളവിടെ ഇവിടെയൊക്കെ നടക്കുകയാണ്. ആൾക്ക് എന്തോ മനസ്സിലായി തോന്നുന്നു, പുതിയ എന്തോ ഒരു പരിപാടിയാണല്ലോ, കഴുത്തിൽ പുതിയ റിബൺ ഒക്കെ കെട്ടി നല്ല സുന്ദരനാക്കിയിട്ടുണ്ടല്ലോ, എന്തോ ഒരു പരിപാടി ഉണ്ടല്ലോ, ദുരുദ്ദേശം ഉണ്ടെന്നുള്ള രീതിയിൽ ആളിങ്ങനെ നോക്കിയാണ്. അപ്പോൾ നമ്മളത് ഇവനെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യണ വണ്ടിയിലാണ് നമ്മൾ കൊണ്ടുപോകണത്, കണ്ണൂർക്ക് കൊടുത്ത് വിടണത്. അപ്പോൾ അവർ വരാറായിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ആ ടൈം കൊണ്ട് നമ്മൾ എടുത്തൊരു വീഡിയോ ഉണ്ടാ. അപ്പോൾ ആളത് ഇങ്ങനെ സെറ്റായിട്ടൊക്കെ നടക്കാനുണ്ടാ. ആൾ ഇനി കുറച്ച് നേരം ഇങ്ങനെ എന്താ പറയുക, ലാസ്റ്റ് ടൈമാണല്ലോ എടുത്താൽ. അതേപോലെ പുതിയ വീട്ടിൽ പോകുമ്പോൾ പുതിയ ആൾക്കാർ, പുതിയ പാരൻസ് അവരെല്ലാം സെറ്റായിരിക്കുള്ളൂ. എന്തായാലും നല്ലൊരു ഫാമിലിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടുത്തെ മോൾക്ക് വേണ്ടിയിട്ട് അവളൊരു ഡോഗ് ലവറാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് പപ്പി എന്ന് പറയുന്നത്. അപ്പം നമ്മളത് ബോക്സൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ബോക്സിൽ സെറ്റാക്കി ബോക്സിൽ ഒരു ടൈ ഒക്കെ കൊടുത്ത് അതും ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് പേപ്പറൊക്കെ ഇടണം, അല്ലെങ്കിൽ ഒരു മോഷനായി യൂറിനൊക്കെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലാവില്ലേ. അപ്പോൾ നമ്മൾ പേപ്പറൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആളത് പോവേണല്ലേ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ തോണ്ടി കുറച്ച് നേരം ഒന്ന് കളയാൻ, അതായത് കൊടുത്തു വിടാനായിട്ട് തോന്നണല്ലോ, എന്നാലും നമുക്ക് സാഹചര്യം അങ്ങനെയാണല്ലോ, കൊടുത്തു വിടണമല്ലോ. അതാണല്ലോ പുതിയ വീട്ടിൽ പുതിയ ആൾക്കാരൊക്കെ ആയിട്ട് തകർക്കട്ടെ. അപ്പോൾ അവനെ നമ്മൾ ബോക്സിലേക്ക് ഈ ബോക്സിലാണ് നമ്മൾ കൊടുത്തു വിടണം കേട്ടോ. അപ്പോൾ ഈ ബോക്സിൽ അവർ സേഫായിട്ടിരിക്കും. ഇവർക്ക് കുറച്ച് ന്യൂസ് പേപ്പർ നമ്മൾ ഇടുന്നുണ്ട്, അത് പോണ വഴിക്ക് എത്തിയിട്ട് ഇടാലാന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമ്മൾ ബോക്സിൽ ആക്കിയിട്ട് നമ്മൾ ഇതേപോലെ അത് ക്ലോസ് ചെയ്യും. അപ്പോൾ അവർക്ക് അതിൻ്റെ ഉള്ളിൽ എല്ലാം ഇരിക്കുക, നിൽക്കുക, എന്തോ ഒരു വടിയും വേണം ചെയ്യുക. അതേപോലെ നന്നായിട്ട് വായുവൊക്കെ കയറും. അപ്പോൾ നമ്മൾ നേരെ ഗേറ്റൊക്കെ തുറന്ന് നേരെ വണ്ടിയിലേക്ക് കയറ്റാൻ പോവേണ്ട. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് 1 മണിക്കൂർ താഴെ അങ്ങോട്ടേക്ക് എത്തണം. 1 മണിക്കൂർ 3/4 മണിക്കൂർ യാത്ര ഉണ്ട് നമ്മളുടെ ഹൈവേയിലേക്ക്. അപ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് വെച്ചു, എന്നിട്ട് നേരെ അവരെ അതായത് ഹൈവേയിലേക്ക് പോവുകയാണ്. ആലുവയിൽ നമ്മൾ കൊണ്ടേ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഹൈവേയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഹൈവേയിലെത്തി നമ്മളത് വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കണം. അവനും വെയിറ്റ് ചെയ്ത് നിൽക്കണം, എന്തോ പരിപാടി ഉണ്ട്, പുതിയ കാര്യങ്ങളൊക്കെയാണ് അവൻ കാണുന്നത്. ഇതൊക്കെ ഒന്നും കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അവനും കുറേ ഇതായിട്ട് ഇങ്ങനെ പൊങ്ങി കുറേ നേരമായിട്ടൊക്കെ പൊങ്ങിയൊക്കെ നോക്കണ്ടായിരുന്നു, എന്താണ് ചെയ്യാൻ പോണേ, എന്താണ് സംഭവിക്കാൻ പോണേ എന്നൊക്കെ. അപ്പോൾ നമ്മൾ പേപ്പർ അതിൻ്റെ ഇടയിലൊക്കെ സെറ്റാക്കി നമ്മൾ പേപ്പറൊക്കെ ഇട്ട്, അപ്പോൾ ആൾ കുറച്ച് നേരം അതിൻ്റെ ഉള്ളിലൊക്കെ കയറി പേപ്പറൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ആൾ ഇത്തിരി കൂടി സുഖമായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നുണഞ്ഞൊക്കെ കയറി കിടക്കായിരുന്നു. അപ്പോൾ നമ്മൾ ആളെ സെറ്റാക്കി. എന്നാലും ആൾക്ക് നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ അടുത്തേക്ക് വരാനായിട്ടുള്ള ഒരു ഇതിലാണ്. ഇത് വണ്ടി വന്നു എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതേ വണ്ടി ഇതാണ് കേട്ടോ. വണ്ടി ഡിമോറ എന്ന് പറഞ്ഞൊരു ട്രാൻസ്പോർട്ടേഷൻ ടീമിൻ്റെ വണ്ടിയാണ്. അപ്പോൾ AC വണ്ടിയാണ്. പിന്നെ ഉള്ളിൽ നമുക്ക് അവർക്ക് ആ ഒരു സൗകര്യത്തോടെയൊക്കെ തന്നെ ഇരിക്കുക. അപ്പോൾ നമ്മളത് വണ്ടിയിലേക്ക് കൊണ്ടുപോയി ഹാൻഡ് ഓവർ ചെയ്യാൻ പോവേണ്ട. അപ്പോൾ കണ്ണൂരാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വണ്ടിയിൽ കൊടുക്കുമ്പോൾ അവർക്ക് ഈ വണ്ടി ഡീറ്റെയിൽസും വണ്ടിയിലെ കോൺടാക്ട് നമ്പറൊക്കെ നമ്മൾ അവർക്കും ഷെയർ ചെയ്യും. അപ്പോൾ ഇവർ ടോക്കൺ നമ്പർ അവർ എഴുതി മേടിക്കും. പിന്നെ അതേപോലെ കൊടുക്കേണ്ട ആളുടെ കോൺടാക്ട് നമ്പറും ഇതേപോലെ എഴുതി മേടിക്കും. എന്നിട്ട് നമ്മളിത് അവരിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അപ്പോൾ വണ്ടിയിൽ അവർ കയറ്റി. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി പോയിരുന്നു. അപ്പോൾ ഓക്കെ ബൈ. ഇനി അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ. താങ്ക് യു.